ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലശ്ശേരി ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് നെയ്യിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, അതും കൂടി ബ്രൗൺ കളർ ആവുന്നവരൊന്ന് ഫ്രൈ ചെയ്യുക. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം തളിച്ച് വരുമ്പോൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്, അരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ഏലക്കവും പട്ടക്കരമ്പ് ചേർത്തിരുന്നു, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പകുതി ചോറ് വെന്ത് വന്നിട്ടുണ്ട്, പകുതി ചോറ് മാറ്റി വെക്കുക. നമുക്ക് ചോറിന് മുകളിലായിട്ട് മല്ലിയില പുതിനയില ഫ്രൈ ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂണ് ബിരിയാണി മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ചോറും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്കും കൂടി മല്ലിയില പുതിനയില ഫ്രൈ ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ചേർക്കുന്നുണ്ട്. മസാലയ്ക്ക് കൂടുതൽ ഓയിൽ ചേർക്കുന്നില്ല. 5 വലിയ സവാള എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഒരു മിക്സി ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 20 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇവിടെ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് പച്ചമണം പോരൊന്ന് വഴറ്റിയെടുക്കുക. 5 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ടിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില എടുത്തിട്ടുണ്ട് കുറച്ച്, അതും കൂടി ചേർത്ത് കൊടുക്കുക. നാരങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയൊരു പകുതി നാരങ്ങ, അതും കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബിരിയാണി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യേണ്ടി.